എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 മെയ് 23 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. CPO എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു CPO റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ 3 വോളിയം ആയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. മുൻവർഷ ചോദ്യങ്ങളും യൂണിവേഴ്സിറ്റി ഫാക്റ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റാങ്ക് ഫയൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkela.com ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് ഒരു ദിനാചരണമാണ്. അതായത് മെയ് 23 പ്രത്യേകത എന്ന് പറയുന്നത് ലോക ആമ ദിനം. ഇതാണ് ലോക ആമ ദിനം അഥവാ വേൾഡ് ടർട്ടിൽ ഡേ ആണ് എന്തെന്ന് പറയുന്നത് മെയ് 23. ഇതിനു മുൻപ് PSC ഒരിക്കൽ ചോദിച്ചതും കൂടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. മെയ് 23 ലോക ആമ ദിനമാണ്. അപ്പോൾ ആമയുടെ ആമയ്ക്ക് വംശനാശം സംഭവിക്കാതെ എല്ലാ തരത്തിലുമുള്ള ആമകളുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ദിനാചരണം നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. 2000 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ ഒരു ദിനാചരണം തുടങ്ങുന്നുണ്ട്. 2000 ഈ ഒരു ആമ ദിനാചരണം ആരംഭിക്കുന്നത്. സോ അതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തെ നിയമനം എന്ന് പറയുന്നത് 16ാം നിയമസഭയുടെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിയമസഭാ സ്പീക്കറായിട്ട് എന്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരിക്കും വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കൺഫേം ചെയ്യുകയാണ്. 16ാമത് നിയമസഭയുടെ സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണേ. ഇദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയമാണ്. കോട്ടയം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. ദെൻ ഇനി ഒരു സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 മെയ് മാസം 22 തീയതിയാണ് ഈ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നത്. then അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുന്നത് 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഇനി ഓരോരുത്തർക്കും കിട്ടിയ വോട്ടുകൾ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന് നമുക്ക് നോക്കാം. ഒരാൾ ആരാണെന്ന് പറഞ്ഞു? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇനി അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 101 കേട്ടോ. അപ്പോൾ 101 വോട്ടുകളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കിട്ടിയത്. ഇനി 2 പേര് കൂടി മത്സരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളെന്ന് പറയുന്നത് BB ഗോപകുമാറാണ്. BB ഗോപകുമാറാണ് NDA സ്ഥാനാർത്ഥിയാണ്. ദെൻ അദ്ദേഹത്തിന് 3 വോട്ടുകളാണ് കിട്ടിയത്. അതുപോലെ തന്നെ LDF വേണ്ടിയിട്ട് AC മൊയ്തീനാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 35 വോട്ടുകളാണ്. അപ്പോൾ 35, 101, 3. അപ്പോൾ അങ്ങനെ ആകെ 139 വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത്. അതായത് പ്രോട്ടേം സ്പീക്കർ ആയിട്ടുള്ള G സുധാകരൻ എന്ത് ചെയ്തില്ല? വോട്ട് ചെയ്തില്ല. ബാക്കി 139 പേര് വോട്ട് ചെയ്തു. അതിൽ 101 വോട്ടുകൾ ആർക്ക് കിട്ടി? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കിട്ടി. അങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു? അദ്ദേഹത്തെ നമ്മുടെ 16ാമത് കേരള നിയമസഭയുടെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെച്ചേക്കുക. കാര്യം ഇനി വരുന്ന പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് നമ്മുടെ കേരള മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ കേരള മന്ത്രിസഭയുടെ മന്ത്രിമാരെ കുറിച്ചും വകുപ്പുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് കാണുക. ദെൻ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, അതായത് കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റത് ആരാണ്? അപ്പോൾ എന്താണ് കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റത് ആരെന്നാണ്. അത് PK കുഞ്ഞാലിക്കുട്ടി. ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് വാണിജ്യം, വ്യവസായം, സംരംഭം, അതേപോലെ തന്നെ എന്താണ് IT ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് വകുപ്പ് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതിനൊക്കെ പുറമെ തന്നെ AI വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം എന്ത് ചെയ്യുന്നത് AI വകുപ്പ് രൂപീകരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, വയോജന വകുപ്പ് രൂപീകരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അതേപോലെ തന്നെ AI വകുപ്പ് രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. കാരണം ഇനി വരുന്ന പരീക്ഷകൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പ്രതീക്ഷിക്കാവുന്ന 2 നല്ല ചോദ്യങ്ങളാണ് ഈ പറയുന്ന AI വകുപ്പും അതുപോലെ തന്നെ വയോജന വകുപ്പും. അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്തത് മറ്റൊരു നിയമനമാണ്. അതായത് കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് നിയമിതനായത് ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ? കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് നിയമിതനായത് ആരാണ്? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. ആരാണ്? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ്. ഇത് കൃത്യമായിട്ട് ഓർത്തേക്കണേ. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് LP-UP അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് പേരെങ്കിലും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുന്നേ തന്നെ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടാലന്റ് ഒരു LP-UP അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഒറ്റ ഓഡിയോ ആണ്. ദെൻ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫാക്റ്റുകളും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkela.com ഈ റാങ്ക് ഫയൽ ലഭ്യമാണ്. അത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് കൊമേഴ്ഷ്യൽ
ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? എന്താണ് കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ എന്താണ് ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര് എന്നാണ്? അത് KV അതുല്യാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു കൊമേഴ്ഷ്യൽ ഡൈവിംഗ് അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം സ്കൂബ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ ഈ വിനോദസഞ്ചാരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടലിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ളതാണ് ഈ ഒരു സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്. പക്ഷേ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ ചില അറ്റകുറ്റപ്പണികൾക്കായിട്ടോ അല്ലെങ്കിൽ കപ്പലിന്റെ എന്തെങ്കിലും പണിക്കായിട്ടോ ഇനി എന്തെങ്കിലും എന്താണ് കടലിനടിയിലുള്ള എന്താണ് ചില നിർമ്മിതികൾക്കോ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ കടലിന്റെ ഒരു 50 മീറ്ററിൽ താഴെയോട്ടൊക്കെ പോയി എന്ത് ചെയ്യേണ്ടി വരും? ജോലി ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്. ദെൻ ചിലപ്പോൾ മത്സ്യങ്ങളുടെ ആക്രമണം പോലും ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. സോ അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്ന ആ ഒരു കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിന് ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് KV അതുല്യാണ്. ഇത് പറയാനുള്ള കാരണം ഈ ഒരു KV അതുല്യ എന്ന് പറയുന്ന ഒരു മലയാളി കൂടിയാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് 2026 കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് ആരാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗവൺമെന്റ് മാറിയത് കൊണ്ട് തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളുടെയും തലവന്മാരൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളുടെയും തലവന്മാര് സ്ഥാനം ഒഴിയും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ഇതുപോലൊരു കാര്യമാണ്. അതായത് കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായിരുന്ന ചലച്ചിത്ര താരം കൂടിയായ മധുപാൽ എന്ത് ചെയ്തിരിക്കുന്നു? രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ 2026 കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മധുപാലാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിത ആരാണ്? എന്താ പറഞ്ഞേ? എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിത ആരാണ്? അത് സുഹറ സിറാജ്. ആരാണ്? സുഹറ സിറാജ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. സുഹറ സിറാജ് ആണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിത എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ടുപേർ ആരൊക്കെയാണെന്ന് കൂടി അറിയണ്ടേ? ഒന്നെന്ന് പറയുന്നത് സഫ്രീന ലത്തീഫ് ആണ്. ദെൻ ശ്രീഷ രവീന്ദ്രൻ. കേട്ടോ, സഫ്രീന ലത്തീഫും ശ്രീഷ രവീന്ദ്രനുമാണ്. ഈ സഫ്രീന ലത്തീഫ് ആണ് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ മലയാളി വനിത എന്ന് പറയുന്നത്. സോ അതും കൂടെ ഒന്ന് പഠിച്ചേക്കുക. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട വേദി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി എന്ത് ചെയ്തു? മാറ്റിവെച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ദെൻ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ആ ഒരു ഉച്ചകോടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതൊന്ന് ഓർത്തേക്കുക. ഇനി നമ്മുടെ തമിഴ്നാട് മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. വേറെ വകുപ്പുകളോ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ഒരേ ഒരു നമ്പർ മാത്രം പഠിച്ചാൽ മതി. തമിഴ്നാട് മന്ത്രിസഭയിലെ ആകെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? അപ്പോൾ എന്താണ്? തമിഴ്നാട് മന്ത്രിസഭയിലെ ആകെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 കേട്ടോ. 4 ഇത് കൃത്യമായിട്ട് പഠിച്ചേക്ക്. 4 കേട്ടോ. കാര്യം തമിഴ്നാട് നിയമസഭയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ തമിഴ്നാടുള്ള മന്ത്രിസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വനിതാ മന്ത്രിമാരുള്ള മന്ത്രിസഭയാണ് ഇപ്പോഴത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത്. അതായത് ജോസഫ് വിജയുടെ മന്ത്രിസഭ എന്ന് പറയുന്നത് 4 വനിതാ മന്ത്രിമാരാണുള്ളത്. കാരണം ഇതിനു മുൻപ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ഒരു വനിത സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പത്രങ്ങളിലൊക്കെ വന്നത് തമിഴ്നാട് മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളത് മനസ്സിലാക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിയുടെ അപ്ഡേഷൻ മനസ്സിലാക്കുക. ഇപ്പൊ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ്, വിപുലീകരിച്ചിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ തമിഴ്നാട് മന്ത്രിസഭയിൽ ആകെ എത്ര വനിതാ മന്ത്രിമാരുണ്ട്? 4 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നിലവിലെ മന്ത്രിസഭയിൽ എത്ര വനിതകളുണ്ട്? 2 പേരാണ് കേട്ടോ. കേരളത്തിൽ നിലവിലെ മന്ത്രിസഭയിൽ 2 പേരാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ആരാണ്? ബിന്ദു കൃഷ്ണയാണ് കേട്ടോ. ബിന്ദു കൃഷ്ണയാണ് ഒരാളെന്ന് പറയുന്നത്. ഇനി മറ്റൊരാളെന്ന് പറയുന്നത് തുളസിയാണ്. ആരാണ്? തുളസിയാണ്. കൃത്യമായിട്ട് പഠിച്ചേക്കുക. നമ്മുടെ മന്ത്രിസഭയിൽ ഇവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇവരെ പറ്റി പഠിക്കാനുള്ള ഇവിടെ വകുപ്പുകൾ പഠിക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു കോഡ് കൂടി നമ്മളെന്ന് ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞത്? ബിന്ദു കൃഷ്ണയുടെ വകുപ്പുകൾ ഓർമ്മിക്കാനായിട്ട് നമ്മളൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിന്ദു ചേച്ചി കുഞ്ഞിനെ കൊണ്ട് പാൽ സൊസൈറ്റിയിൽ ജോലിക്ക് പോയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ബിന്ദു ചേച്ചി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വനിതയാണ്. കുഞ്ഞിനെയും കൊണ്ടെന്ന് പറയുമ്പോൾ ശിശുക്ഷേമമായി. അപ്പോൾ വനിതാ ശിശുക്ഷേമമായി. ദെൻ എന്തിനാ പോയത്? ജോലിക്ക് പോയി. അപ്പോൾ തൊഴില്. ദെൻ എവിടെയാണ് ജോലിക്ക് പോയത്? പാൽ സൊസൈറ്റിയിലാണ്. അപ്പോൾ ക്ഷീരവികസനം. സോ ഇത് ഇത്രയും ബിന്ദു കൃഷ്ണയുടേതാണ്. ദെൻ തുളസിക്ക് വേണ്ടി നമ്മൾ എന്താ കോഡ് പറഞ്ഞത്? നമ്മുടെ കേരളത്തിലെ വനിതാ മന്ത്രിമാരുടെ പട്ടികയിൽ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇനി പട്ടികയിൽ ബാക്കിയുള്ളത് ആരാണ്? തുളസിയാണ്. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് തുളസിയാണ്. അപ്പോൾ അതുകൂടെ വളരെ കൃത്യമായിട്ടൊന്ന് പഠിച്ചേക്കുക. ഇനി അടുത്തത് ഒരു പ്രമേയമാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അത് ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട് എന്നാണ്. ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട് എന്നുള്ളതാണ് 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു ജൈവ വൈവിധ്യ ദിനം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയ് 22 എന്നാണ്. മെയ് 22 കൃത്യമായിട്ട് പഠിച്ചേക്കണേ. ഈ ഒരു ദിനവും പഠിക്കുക, പ്രമേയവും പഠിക്കുക.
ഇനി അടുത്തത് കുറച്ച് ഫുട്ബോൾ ടൂർണമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് 2026 സൗദി പ്രോ ലീഗ് കിരീടം നേടിയത് ആര് എന്നുള്ളതാണ്. അത് അൽ നേസർ ആണെന്നുള്ള കാര്യം പഠിക്കുക. അതായത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന എന്താണ് ക്ലബ് എന്ന് പറയുന്നത് അൽ നേസർ ആണ്. അപ്പൊ അൽ നേസർ എന്ത് ചെയ്തിരിക്കുന്നു, 2026 സൗദി പ്രോ ലീഗ് കിരീടം നേടിയിരിക്കുകയാണ്. അപ്പൊ അത് കാര്യമായി ഓർക്കുക. ഇനി രണ്ടാമത് നമ്മൾ പറയാനുള്ള ഒരു ലീഗ് എന്ന് പറയുന്നത് 2026 യൂറോപ്പ ലീഗ് കിരീടം നേടിയത് ആരെന്നാണ്. അത് ആസ്റ്റൺ വില്ല. ആരാണ്? ആസ്റ്റൺ വില്ലയാണ്. അപ്പൊ അതുകൂടെ ഓർത്തേക്ക്. ഇതൊക്കെ ജസ്റ്റ് ചെറിയ നമ്മുടെ യൂറോപ്പിലൊക്കെ നടക്കുന്ന ചില ലീഗുകളായതുകൊണ്ട് ജസ്റ്റ് നമ്മളത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇനി അടുത്ത വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട ലീഗാണ് 2025-26 വർഷത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കൾ. അത് ആഴ്സണൽ. ആരാണ്? ആഴ്സണലാണ്. 2025-26 വർഷത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കൾ എന്ന് പറയുന്നത് ആഴ്സണലാണ്. ഇനി അടുത്തത് നമ്മുടെ എന്താണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഫുട്ബോൾ ലീഗാണ് ISL എന്ന് പറയുന്നത്, ഇന്ത്യൻ സൂപ്പർ ലീഗ്. അപ്പൊ 2026 ISL അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതില് കിരീടം സ്വന്തമാക്കിയ ടീം എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാളാണ്. ആരാണ്? ഈസ്റ്റ് ബംഗാളാണ് 2026 ISL കിരീടം നേടിയത്. ദെൻ ഇവിടെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫൈനലോ കാര്യങ്ങളോ ഒന്നുമില്ല. പോയിന്റ് ടേബിളിൽ ആരാണോ ഒന്നാമത് വരുന്നത് അവരാണ് കിരീടം നേടുക. സോ ഇവിടെ ഈസ്റ്റ് ബംഗാളിനും അതുപോലെ തന്നെ മോഹൻ ബഗാനും എന്താണ് ഒരേ പോയിന്റ് ആണ്. പക്ഷേ ഗോൾ ഡിഫറൻസിന്റെ വ്യത്യാസത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈസ്റ്റ് ബംഗാൾ കിരീടം നേടിയിരിക്കുന്നത്. സോ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ റീസെന്റ് ആയിട്ട് ഈസ്റ്റ് ബംഗാളിന്റെ വനിതാ ടീമും കിരീടം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരേ സീസണിൽ തന്നെ പുരുഷ വനിതാ ടീമുകൾ കിരീടം നേടി എന്നൊരു പ്രത്യേകത കൂടി ഈസ്റ്റ് ബംഗാളിലുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ഓർത്തേക്കണേ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇനി അറിവിടത്തിന്റെ പ്രാക്ടീസ് ബുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. SCRT പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള സുവർണാവസരമാണ് ഞങ്ങൾ ഈ ഒരു അറിവിടം പ്രാക്ടീസ് ബുക്കിലൂടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പുസ്തകത്തിൽ 4300-ലധികം ചോദ്യങ്ങളുണ്ട്. അതിൽ തന്നെ സോഷ്യലിന്റെ ഭാഗത്ത് നിന്ന് 2300-ലധികം ചോദ്യങ്ങൾ, 1800 ചോദ്യങ്ങൾ സയൻസിന്റെ ഭാഗത്ത് നിന്ന്. ഇതിനൊക്കെ പുറമെ തന്നെ റീസെന്റ് ആയിട്ട് PSCയിൽ ചോദിച്ച SCRT ബേസ് ചെയ്തിട്ടുള്ള PQs കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പറ്റിയ ഒരു പുസ്തകം തന്നെയാണ് ഈ ഒരു അറിവിടത്തിന്റെ പ്രാക്ടീസ് ബുക്ക്. സോ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടെ നോക്കാം. ആദ്യം കുറച്ച് നിയമനങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ നിയമസഭയുടെ സ്പീക്കറാണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം കോട്ടയമാണ്. then അതിനുശേഷം പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രി ആരാണെന്ന് പറഞ്ഞു. അത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. then അദ്ദേഹത്തിന്റെ മണ്ഡലം മലപ്പുറമാണ്. ഈ AI പോയിട്ട് അദ്ദേഹത്തിന് IT, അതുപോലെ തന്നെ വാണിജ്യം, വ്യവസായം, then സംരംഭം, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് തുടങ്ങിയ വകുപ്പുകളൊക്കെ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്തായിട്ട് നിയമിതനായ കാര്യം പറഞ്ഞു. കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് നിയമിതനായ കാര്യം പറഞ്ഞു. then അതിനുശേഷം പറഞ്ഞത് കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് പറഞ്ഞു. ആരാണ്? KV അതുല്യാണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് മധുപാൽ എന്ത് ചെയ്തിരിക്കുന്നു, സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്തായിരുന്നു, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു മധുപാൽ. സോ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്താണ്, എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിത ആരാണ്? സുഹറ സിറാജ്. then അതിനുശേഷം ഒരു ഉച്ചകോടി മാറ്റിവെച്ച കാര്യം പറഞ്ഞു. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കാനിരുന്നത്. പക്ഷെ അത് എന്ത് ചെയ്തിരിക്കുന്നു, മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഉച്ചകോടി മാറ്റിയത്. then അതിനുശേഷം തമിഴ്നാട് മന്ത്രിസഭയിലെ ആകെ വനിതകളുടെ എണ്ണം പറഞ്ഞു. എത്രയാണ്? 4 പേരാണ്. തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭയിൽ 4 വനിതകൾ വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭയിൽ എത്ര വനിതകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വനിതകളാണ്. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു പ്രമേയമായിരുന്നു. അതായത് 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം പറഞ്ഞു. എന്താണ്? ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട് എന്നുള്ളതാണ് 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. സോ അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് കുറച്ച് ഫുട്ബോൾ ടൂർണമെന്റുകളായിരുന്നു. സൗദി പ്രോ ലീഗ് പറഞ്ഞു. 2026 കിരീടം നേടിയത് അൽ നേസറാണ്. then അതിനുശേഷം പറഞ്ഞത് യൂറോപ്പ ലീഗാണ്. അതിൽ ആസ്റ്റൺ വില്ല കിരീടം നേടിയെന്ന് പറഞ്ഞു. then അതിനുശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പറഞ്ഞു. അതിൽ ആഴ്സണൽ കിരീടം നേടിയെന്ന് പറഞ്ഞു. then നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗും പറഞ്ഞു. അതിൽ കിരീടം നേടിയത് ഈസ്റ്റ് ബംഗാളാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2026 മെയ്യിൽ ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ പരമോന്നത ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ FAO, WHO, WTO, UNDP. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ പുസ്തകം ഏതെന്നാണ്. ടൈം ഷെൽട്ടർ ആണോ, തായ്വാൻ ട്രാവലോഗ് ആണോ, then കൈറോസ് ആണോ, ഹാർട്ട് ലാമ്പ് ആണോ? അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാനായിട്ട് 2026 ഒരു സമിതി രൂപീകരിച്ചു. അതിന്റെ അധ്യക്ഷൻ ആരെന്നാണ്. അത് ഡോക്ടർ KM ചന്ദ്രശേഖർ. ആരാണ്? ഡോക്ടർ KM ചന്ദ്രശേഖർ ആണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരാണ്? G സുധാകരനാണ്. then അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് അമ്പലപ്പുഴയാണ്. അത് കൃത്യമായിട്ട് പഠിക്കുക. then സ്പീക്കർ നമ്മളിന്ന് ചർച്ച ചെയ്തു ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. സോ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും
വിശേഷങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 മെയ് 23 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.